ഹായ് കൂട്ടുകാരെ, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണല്ലോ മസാലക്കറി. അപ്പം അതിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം ഇതിന്റെ റെസിപ്പി ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ മുന്നേ ഞാനൊന്ന് അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും പച്ചമുളകും കിഴങ്ങൊക്കെ ഇതാക്കണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കിഴങ്ങൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാകണം ഇതിലേക്ക് പൊടികളായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇതും അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞങ്ങളിവിടെ മലപ്പുറത്തൊക്കെ ഈ ഒരു രീതിക്കാണ് മസാലക്കറി വെക്കുക കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കണത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ ഇതാക്കണ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ, കുക്കറിൽ അടിച്ചിരുന്നു. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതും കൂടി അതിൻ്റെ വെള്ളത്തോട് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സോയാബീൻ അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കോളിഫ്ലവർ അത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുത്തു. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില അത് എത്ര ഉണ്ടോ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പം ബാക്കിയിലേക്കും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നാളികേരക്കൊത്ത് ഇടാനും സത്യത്തിൽ ഞാൻ മറന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഇട്ടാൽ അത്രയും നല്ലതാണ്. അപ്പോൾ കുറച്ച് നാളികേരക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ചൂടുവെള്ളം അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ അതിലത്തെ രണ്ടാം പാലുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ഈ ഒരു പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അതങ്ങനെ കുറച്ച് സമയം ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോവാത്ത രീതിക്ക് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ നാളികേരം വറുത്തരച്ചിട്ടുണ്ട്. അപ്പം നാളികേരത്തിൽ ഞാൻ വലിയ ജീരകം, അതുപോലെ നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി, ചുമന്നുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കറിവേപ്പില ഇത്രയും ചേർത്തിട്ടാണ് നന്നായിട്ട് സാമ്പാർക്കൊക്കെ വറക്കൂലേ ആ ഒരു രീതിക്ക് വറുത്തെടുത്ത് അരച്ച് ഇതിലേക്ക് ചേർത്തു കേട്ടോ. പിന്നെ ഇതിലേക്ക് നാളികേരത്തിന്റെ ഒന്നാം പാലും കൂടി ചേർത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇതിൽ മിസ്സായതാണ്. അപ്പോൾ കൂട്ടുകാർ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഓണത്തിന് ഇതുപോലെ മസാലക്കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.